കോക്കനട്ട് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് 3 കപ്പ് ബാസ്മതി റൈസ് ആണ്. ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ട് വെള്ളം വാർന്നെടുത്തേക്കുവാണ്. തേങ്ങ ചിരകിയത് 1/4 കപ്പ്, കടുക് 1 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, ഉഴുന്നെടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ. ഇത് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നാരങ്ങനീര് എടുത്തിട്ടുണ്ട് 1/4 ടേബിൾ സ്പൂൺ. ഇത് തേങ്ങാപ്പാലാണ്, 100 ml ഉണ്ട്. പിന്നെ കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. നമ്മൾ സ്റ്റൗ ഓണാക്കി ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം കടുക് ഇടാം. നമുക്ക് ജീരകം ഇടാം ഇതിലേക്ക്. കടുകും ജീരകവും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി റൈസ് ഒഴിച്ചുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടാം, കറിവേപ്പില, നമുക്കിതിലേക്ക് ചിരകി വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം, ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഒരു 2 മിനിറ്റ് നേരം ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസ് കുറേശ്ശെ ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നാരങ്ങ നീര് ഒഴിക്കാം. നമുക്കിനി ഇതൊന്ന് കുടഞ്ഞു കൊടുക്കാം. കോക്കനട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി